ഹലോ സൈലം ഫാമിലി. ഇപ്പൊ നമ്മുടെ സൈലം ഹൈബ്രിഡ് സെന്റേഴ്സിൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ മെയിൻ ആയിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് സൈലത്തിലെ ഹോസ്റ്റൽസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ ഇതൊരു ഹൈബ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ദിവസം ക്ലാസ് റൂമിലാണ് ഇരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ സൈലം ഹോസ്റ്റൽസിൽ ഇരുന്നിട്ടായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്റ്റൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമ്മുടെ ഈ ഒരു സൈലം ഹോസ്റ്റൽസിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കമാ നമ്മുടെ ഹോസ്റ്റലിന്റെ ഉള്ളിലുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ സ്റ്റഡി ഏരിയ വരുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ കുട്ടികൾ എല്ലാവരും ഇരുന്ന് പഠിക്കുന്ന ഒരു സ്ഥലം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് ടേബിൾസ് ഒക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമാധാനമായിട്ട് സ്വസ്ഥായി ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ നിങ്ങൾക്ക് സമാധാനമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. കുട്ടികളുടെ ആദ്യത്തെ ദിവസം വരുന്നത് ഓഫ്ലൈൻ ഡേ ആണ്. അപ്പോൾ ഇവര് രാവിലെ 5 മണിക്ക് എണീക്കുന്നത്. വാർഡനാണ് ഇവരെ വിളിച്ചെണീപ്പിക്കുന്നത്. ശേഷം 6 മണിക്ക് ഇവര് ക്യാമ്പസിലേക്ക് പോകുന്നത്. ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞാൽ ക്ലാസ് കാര്യങ്ങളായിട്ട് ആ ദിവസം അങ്ങനെ കഴിയുന്നത്. പിന്നെ ഈവനിങ് ഒരു 4 മണിയാകുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത്. ഹോസ്റ്റലിൽ എത്തിയതിനു ശേഷം അവരുടെ ടീ ടൈം കഴിഞ്ഞതിന് ശേഷം ഇവർ ഫ്രഷപ്പ് ആയിട്ട് അന്നത്തെ ദിവസം അവർ ക്യാമ്പസിൽ എന്തൊക്കെയാണോ പഠിച്ചത് ആ കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാണ്. ആ ഒരു ഓഫ്ലൈൻ ഡേ അങ്ങനെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്കൂൾ ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് തിരിച്ചു വരാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇരുന്ന് ഇവിടെ പഠിക്കാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കുട്ടികളുടെ റൂംസ് ഒക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. യെസ്, കം ഓൺ. യെസ്, ഇതാണ് മക്കളെ നിങ്ങളുടെ റൂംസ് ഒക്കെ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 2 തരത്തിൽ നമുക്ക് റൂംസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ AC വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നോൺ AC ആണെന്നുണ്ടെങ്കിൽ ഏതാണെന്ന് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതേപോലെ 2 തരത്തിൽ റൂംസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു റൂമിൽ ഇതേപോലെ 4 ബെഡ് എന്നുള്ള രീതിക്കും കിട്ടും. അതിനുശേഷം ഇവിടെയാണ് നിങ്ങൾക്ക് ബാത്റൂം വരുന്നത്. നിങ്ങൾക്ക് ഓരോ റൂംസിലും അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് അലമാരിയും റെഡിയാണ്. ഇനി ഇവിടെയാണ് നിങ്ങൾക്ക് ബാൽക്കണി വരുന്നത്. രാത്രിയൊക്കെ നിങ്ങൾക്ക് ഇരുന്ന് ബാൽക്കണിയിലൊക്കെ ഇരുന്ന് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. മോർണിംഗ് 7 മണിക്ക് ശേഷം കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ശേഷം വീണ്ടും പഠിക്കാനിരിക്കുകയാണ്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലായ DPP യൂസ് ചെയ്തിട്ട് ഇവർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആയാലും റെക്കോർഡഡ് ക്ലാസ് ആയാലും സൈലത്തിന്റെ തന്നെ ടാബ് യൂസ് ചെയ്തിട്ടാണ് ഇവർ ക്ലാസ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. ഇങ്ങനെ പഠിച്ചു വരുന്ന ടൈമിൽ ഇവർക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാക്കൽറ്റീസിനെ ഹോസ്റ്റലിലേക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ എന്താണേലും ഹോസ്റ്റലിലേക്ക് ഫാക്കൽറ്റി വരും. എന്നിട്ട് ഇരുന്ന് അവരുടെ സംശയങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഫാക്കൽറ്റീസ് ആ ദിവസം ഇരുന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെയാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാതും കഴിക്കുന്നത്. ഇപ്പൊ രാവിലെ നിങ്ങൾക്ക് ഒരു 7:30 മുതൽ 8:30 വരെ ആയിരിക്കും നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഉണ്ടായിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു 12:30 മുതൽ നിങ്ങൾക്ക് 2 മണി വരെ ആയിരിക്കും ലഞ്ച് ടൈം വരുന്നുണ്ടായിരിക്കുക. അതിനുശേഷം വൈകുന്നേരം നമുക്ക് ഒരു 5 മണി മുതൽ 5:30 വരെയാണ് ടീ ടൈം ഉള്ളത്. രാത്രി 7:30 മുതൽ 8:30 വരെ ആയിരിക്കും നിങ്ങൾക്ക് ഡിന്നർ ടൈം ഉണ്ടായിരിക്കുക. ഒരു ഗേൾസ് ഹോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പാഡുകളൊക്കെ ഡിസ്പോസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് പാഡുകളൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇൻസിനറേറ്റർ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് പാഡുകളൊക്കെ ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്യാനും ഇവിടെ സൗകര്യമുണ്ട്. അലക്കലൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് വാഷ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ ഇത്രയും ഫെസിലിറ്റീസ് ആണ് നമ്മുടെ സൈലോ ഹോസ്റ്റൽസിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി റെഡി ആക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തവണത്തെ 2026-27 നീറ്റ് ജെഇ ക്രാക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും മിസ് ഈ ഒരു സൈലം ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.